എല്ലാവരും മസ്റ്റായിട്ട് പടം അങ്ങനെയുണ്ട്. തിയേറ്ററിൽ വന്ന് കാണേണ്ട നല്ലൊരു സിനിമയാണ്. താങ്ക് യു. നല്ല മൂവിയാണ്. ആക്ച്വലി ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ മാസായിരുന്നു. അടിപൊളി സിനിമയാണ്. എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം കേട്ടോ. അടിപൊളി സിനിമയായിരുന്നു. ലാലേട്ടൻ്റെ എൻട്രി ഒക്കെ മാസാണ്. അടിപൊളി, നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും തിയേറ്ററിൽ കണ്ട സിനിമയാണ്. നല്ല ഫിലിമാണ്. സ്റ്റണ്ട് സീനാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. മഞ്ജു വാര്യരുടെ എൻട്രി തൊട്ടുള്ള സീനാണ് നമുക്ക് കുറച്ചും കൂടെ കോരിത്തരികയത്. ഓക്കെ, താങ്ക് യു. മലയാളത്തിലെ ഏറ്റവും ഹൈ ബഡ്ജറ്റുള്ള സിനിമ എന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടിറങ്ങിയിട്ട് തോന്നിയിട്ടുള്ളത്. യു എസ് ആർമിയുടെ ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങുന്ന കുറേ സീക്വൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മോഹൻലാലിൻ്റെ എൻട്രി സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു നാടൻ ലൂസിഫറിനെ എനിക്ക് ഈ പടത്തിൽ എനിക്കൊരു മിസ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എമ്പുരാൻ ഞാൻ കണ്ടു. എനിക്ക് വലിയ സിനിമയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നില്ല കേട്ടോ. കാരണം KGF ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് മാറും. കാരണം ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചത്ര മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ അന്യഭാഷ ചിത്രങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ അത്രയും അങ്ങോട്ട് സക്സസ് ആയിട്ടില്ലെന്നാണ് എൻ്റെ തോന്നൽ. ഇതിലും നല്ല സെറ്റപ്പാണ് ലൂസിഫർ കണ്ടിരിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഷോട്ടുകളുണ്ട്, ഭയങ്കര ഷോട്ടുകളാണ്, കുറേ രാജ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ലാലേട്ടൻ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയോടുകൂടി തിയേറ്റർ വരികയാണ്. അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ കുറച്ചും കൂടെ ലാലേട്ടൻ്റെ എൻട്രി പോലും പണ്ട് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തെ തോപ്പിച്ചിട്ട് വരുന്ന ഒരു സീനുണ്ട്. അത് പടം കാണുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ആ സീനിലുള്ള ഒരു എൻട്രിയാണ് ലാലേട്ടനെ കാണിക്കുന്നത്. പക്ഷെ ആ എൻട്രി ഈ സിനിമയിൽ ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് ലാലേട്ടനെ ഒരു എൻട്രി ആയിട്ട് കാണിക്കേണ്ടത് എനിക്ക് തോന്നുന്നു അതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. മഞ്ജു വാര്യരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ലാലേട്ടനെ കാണിക്കേണ്ടത് അത് പഞ്ചാണ്. ആ സാധനം ലാലേട്ടൻ്റെ എൻട്രി ആയിട്ട് ഫസ്റ്റ് കാണിച്ചെങ്കിൽ പടം കുറച്ചുകൂടെ ഹൈപ്പായിട്ട് നിന്നേനെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ കേരളത്തിലേക്ക് വന്നത് കുറച്ചും കൂടെ നീട്ടുമായിരുന്നെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങളെ കുറേയും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇതൊരു ഭയങ്കര ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പടം കയറി. അതാണ് പറ്റിയത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ വാച്ചബിളാണ്. എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് പടം തന്നെയാണ് ഉറപ്പായിട്ട് കേട്ടോ. ഓക്കെ, എമ്പുരാൻ പടം ഒരു ഗംഭീര പടമായിട്ട് തോന്നി. കാരണം അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളായിരുന്നു എന്തായാലും ഗംഭീര പടം. പിന്നെ അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് മോഹൻലാലിൻ്റെ ഒക്കെ ഇൻട്രോയുടെ സീനിൽ BGM കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലൊരു ഫൈറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ലൂസിഫറിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ആണോ പോലെ ഇടയ്ക്കിടയ്ക്ക് സംശയം വരും. കാരണം ഇതൊരു ഫുള്ളി ആക്ഷൻ പടമാണ്. അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്ലൈമാക്സ് ഇപ്പോൾ ഒരു L3 ഒരു എൻട്രി കൂടി കാട്ടിയിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കണം. പിന്നെ മാസ് വന്നു അറിയാലോ അല്ലേ, വേറെ ലെവലാണ്. അത് കമേഴ്ഷ്യൽ ഹിറ്റ് പുള്ളിക്കാരൻ കഴിഞ്ഞ ആളെ ഉള്ളു. അത് പറയാൻ പറ്റില്ല. നമ്മുടെ ലൂസിഫർ 1 അത്രയും ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ലൂസിഫറാണ് മോളിക്കുന്നത്. ലൂസിഫറിനായിട്ട് മോളിക്കും. അതിൽ ആ ഒരു മേക്കിംഗ് എൻ്റെ ഇത് ആക്ച്വലി നമുക്ക് ലൂസിഫർ മക്കാരും മലയാളം പടം പോലെ മലയാളമാണ്. ഇതൊരു മലയാളം പടം ചെയ്തി നമുക്ക് പറയത്തില്ല. ആ രീതി ചെയ്തിട്ടുണ്ട്. മലയാളം പടം ചെയ്യുന്ന പറയത്തില്ല, ആ നല്ല രീതി ചെയ്തിട്ടുണ്ട്. മലയാളം പടം പറയത്തേ പണി അറിയാമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി അവസരം കിട്ടും. നല്ല വലിയ ആർട്ടിസ്റ്റുകൾ അവസരം കൊടുക്കുന്നു പ്രതീക്ഷിക്കുന്നു. കാരണം പണി അറിയാവുന്നുണ്ട്, ആൾക്ക് പണി അറിയും. അത് നല്ല രീതി ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ ആക്ഷൻസൊക്കെ അടിപൊളി ആക്ഷൻസാണ്. ലാലേട്ടനൊക്കെ അടിപൊളിയാണ്. കാമിറോളൊക്കെ അടിപൊളിയാണ്, പൊളിയാണ്. നമുക്കൊന്നുമില്ല കേട്ടോ. എല്ലാവരും പറയാനുള്ളവരോട് നമുക്കില്ല. നമുക്ക് വേണം നമ്മളെല്ലാവരും ഞാനും നമുക്കാണെന്ന് പറയാൻ നമുക്കില്ല. നമ്മളെല്ലാവരും പറ്റിക്കളഞ്ഞു. നമുക്ക് വേണമെന്ന് പറഞ്ഞു. നമുക്കില്ല, ദുഃഖറില്ല, ആരുമില്ല. അതിനകത്ത് വേറൊരു കാമിയുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അത് പൊളിതാണ്, അത് പൊളിയ കേട്ടോ. അത് പൊളിച്ചടിക്കുന്നുണ്ട് ആ കാമിലോട്ട്. അത് പടം തീർന്നിട്ട് എഴുന്നേക്കാൻ വേണം. പടം തീർന്ന് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എഴുന്നേക്കാളൂ. അല്ല പകുതി ഇറങ്ങി പോരെ. ആ കാമി കാണാൻ പറ്റുന്നത് അത് പൊളിയാ. കിട്ടിപ്പടം കേട്ടോ. ടിക്കറ്റ് എടുത്തപ്പോൾ എത്ര എമ്പുരാൻ 300 കോടി 300 CR തകർത്ത് വാരി. കുറേശ്ശി എപ്പോഴാണ് പറഞ്ഞത്
അത്രേ. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് വാച്ച്ഫുൾ മൂവീനാണ് മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യേണ്ട മൂവി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. വന്നേക്കുന്ന ക്യാരക്ടേഴ്സ് പൃഥ്വിരാജാണെങ്കിലും ടോവിനാണെങ്കിലും മഞ്ജുവാരാണെങ്കിലും അവർക്ക് കിട്ടിയിരിക്കുന്ന റോളുകൾ അവർ തകർത്താടിയിട്ടുണ്ട്. പിന്നെ ദീപക് ദേവിൻ്റെ BGMs എല്ലാം പടത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഡോണാണ് എബ്രഹാം ഖുറേഷി എബ്രഹാം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞു പോണത്. ഒരു മേക്കിംഗ് സ്റ്റൈൽ സൂപ്പർവായിട്ടുണ്ട്, ഡയറക്ഷൻ വൈസ് ആണെങ്കിലും സൂപ്പർവായിട്ടുണ്ട്, ചില ക്യാമറ സീക്വൻസ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോളിവുഡ് ലെവൽ പടം കണ്ടിരിക്കുന്ന ഒരു വേ ഓഫ് സ്റ്റൈൽ പടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ മിസ് ചെയ്തേക്കുന്ന ഒരു സാധനം ലൂസിഫറിൻ്റെ ഒരു നാടൻ സ്റ്റൈൽ നമുക്കതിൽ എനിക്കൊരു മിസ് ചെയ്തതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ കൊള്ളാം. ആ സാധനമാണ് പോലീസാണ് അദ്ദേഹം അടിച്ചുകൊണ്ട് പുള്ളിക്കാൻ അത് ചെയ്തിട്ടുണ്ട്. ആ 81 കാലഘട്ടത്തിൽ പഴയ കാലഘട്ടം കാണിക്കുന്ന കാലഘട്ടം ചേർക്കണം. അത് ആരും പറയുന്നില്ല, അത് സ്വലമാണെന്ന് പറയുന്നില്ല. അത് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആര് ചെയ്താലും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഡയറക്ടർ ലാലേട്ടൻ്റെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പരിപാടിയില്ല അടിപൊളിയാണ്, വില്ലിനൊക്കെ അടിപൊളിയാണ്. ഡ്രാഗൻ്റെ വില്ലിനെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അദ്ദേഹത്തെ പേരറിയില്ല. ചൈനയാണ് പൊളിയിലാണെന്ന് തോന്നുന്നത്. എനിക്ക് അദ്ദേഹത്തെ പേരൊന്നും അറിയില്ല. അത് പൊളിയാണ് കേട്ടോ, അടിപൊളിയുണ്ട്. വില്ലിനൊക്കെ അടിപൊളിയാണ്. പടം സൂപ്പറാണ്. 300 കോടി അടിക്കും. കിട്ടില്ല പടം 300 കോടി അടിക്കും. ഡയറക്റ്റ് ടിക്കറ്റ് എടുത്താൽ പറഞ്ഞു ഒന്നും നോക്കണ്ട, പടം 300 കോടി അടിക്കും. ആണോ 300 കോടി വേൾഡ് വൈഡ് കളക്ഷൻ 300 കോടി. പടം വേറെ ലെവലല്ല. ലാലേട്ടൻ പൊളിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് പൊളിച്ചിട്ടടിക്കും. അടിച്ചടിച്ച് കയറും. പടം കിട്ടില്ല പടമാണ്. നിങ്ങൾ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കണം. ഓക്കെ നമുക്ക് നല്ലൊരു മൂവിയായിട്ട് കിട്ടില്ല. മിക്സറിയാണ്. എന്നാലും ലൂസിഫറിനെ അപേക്ഷിച്ച് എമ്പുരാൻ പോരാ. സെക്കൻഡ് ഹാഫ് ആണ് പടത്തിൽ കുറച്ച് കണ്ടിട്ടുണ്ടായി. ഫസ്റ്റ് ഹാഫ് അങ്ങനെ എല്ലാവരും